ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും നമസ്കാരം. നാളെ കർക്കിടക മാസം തുടങ്ങുകയാണ്. രാമായണ മാസം എന്നറിയപ്പെടുന്ന ഈ കർക്കിടക മാസത്തിൽ നാളെ രാവിലെ മുതലാണ് രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങുന്നത്. ഭക്തിയുടെ പുണ്യമാസമായ രാമായണ മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും, അമ്മമാരുള്ള വീടുകളിൽ, മിക്കവാറും വീടുകളിൽ രാമായണ പാരായണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ രാമായണം പാരായണം ചെയ്യുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരെങ്കിലും കാണും. അവർക്കും കൂടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ ഒരു വീഡിയോ മുഴുവൻ കാണണേ. രാമായണ മാസം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കുക, ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുക, അതുപോലെ വീടിനകം വൃത്തിയായി തൂത്ത് തുടച്ച് മഞ്ഞൾ വെള്ളം എല്ലായിടത്തും തളിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ നമുക്ക് രാമായണ മാസത്തിനെ വരവേൽക്കാം. നാളെ രാവിലെ എഴുന്നേറ്റ് രാമായണം പാരായണം ചെയ്യുന്നതിന് മുൻപായി തന്നെ കുളിച്ച് വൃത്തിയായതിന് ശേഷം നിലവിളക്ക് കത്തിക്കുക. ഒരു തിരിയിട്ട് കത്തിക്കരുതേ. ഒരു തിരിയിട്ട് കത്തിക്കുന്നത് ദോഷകരമാണ്. അത് ശാസ്ത്രീയപരമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു തിരി നെഗറ്റീവ് എനർജിയെയാണ് പ്രദാനം ചെയ്യുന്നതെന്ന്. 2 തിരിയാണ് കുറഞ്ഞത് എങ്കിലും ഇടേണ്ടത്. 2 തിരിയിട്ട് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ 5 തിരി, അല്ലെങ്കിൽ 7 തിരി. ഇങ്ങനെ വിളക്ക് കത്തിച്ചതിന് ശേഷം നമുക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം വിളക്കിൻ്റെ ചുവട്ടിലായി കുറച്ച് പൂക്കളും ഒക്കെ ദേവനായിട്ട് സമർപ്പിക്കുക. അതുപോലെ കിണ്ടിയിൽ ജലം നിറച്ച് വയ്ക്കുക. അതിനകത്ത് ഒരു തുളസിയില നുള്ളിയിട്ട് കഴിഞ്ഞാൽ അത് പുണ്യമായ ഒരു തീർത്ഥമായി നമുക്ക് സേവിക്കാവുന്നതാണ്. ഭഗവാന് തീർത്ഥം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക. ഒരു സാമ്പ്രാണി, ഭഗവാന് ധൂപമായിട്ട് സാമ്പ്രാണി കത്തിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ സാമ്പ്രാണിക്ക് പകരം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുകയ്ക്കുന്നതൊക്കെ, അതായാലും മതി. എന്തായാലും അതും ചെയ്യുക. ഭക്തി പുരസരം രാമായണം തൊഴുതതിന് ശേഷം രാമായണ പാരായണം ആരംഭിക്കുന്നതിനായിട്ട് വടക്കോട്ട് ദർശനമായിട്ട് ഇരിക്കുക. നമ്മുടെ മുന്നിലായി തന്നെ മറ്റൊരു പായും കൂടി ഇടണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നമ്മളും വെറും നിലത്ത് ഇരിക്കാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പായും കൂടി നമ്മുടെ മുന്നിലായി ഇടണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാരായണം കേൾക്കുവാനായിട്ട് മഹാരാമഭക്തനായ ശ്രീ ഹനുമാൻ സ്വാമികൾ വരുമെന്നാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുവാൻ വരുന്ന ഹനുമാൻ സ്വാമിക്കായിട്ടാണ് അധികമായിട്ടുള്ള ഒരു പായ കൂടി നമ്മൾ ഇടുന്നത്. അതിനുശേഷം രാമായണ പാരായണം തുടങ്ങാവുന്നതാണ്. രാമായണ പാരായണം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ഗുരുവിനെ സ്തുതിക്കണം. കാരണം നമുക്ക് ഭഗവാനെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ കാണിച്ചു തന്നത് നമ്മുടെ ഗുരുവാണ്. അതുകൊണ്ടാണ് ആദ്യം ഗുരുവിനെ സ്മരിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഗണപതി ഭഗവാനെ സ്തുതിക്കണം. എല്ലാ വിഘ്നങ്ങളും നീക്കണം. ഈ ഒരു രാമായണ മാസം പൂർണ്ണമായും രാമായണ പാരായണം ചെയ്യുന്നതിന്, ഒരു തടസ്സങ്ങളും കൂടാതെ രാമായണം പാരായണം ചെയ്യുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശനെ സ്തുതിക്കുക. പിന്നീട് സരസ്വതി ദേവിയെ വന്ദിച്ച് സ്തുതിക്കുക. സരസ്വതി ദേവി വിദ്യയുടെ ദേവിയാണ്. നമ്മുടെ നാവിൽ ഇടതടവില്ലാതെ തെറ്റുകൂടാതെ രാമായണം പാരായണം ചെയ്യുവാനുള്ള അനുഗ്രഹം അമ്മേ ദേവി തരണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുക. അതിനുശേഷമായിരിക്കണം നമ്മൾ രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങേണ്ടത്. രാമായണ പാരായണം തുടങ്ങുന്നതിന് മുൻപായി തന്നെ നമ്മൾ വാൽമീകിയെയും അധ്യാത്മരാമായണം എഴുതിയ നമ്മുടെ എഴുത്തച്ഛനെയും സ്മരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കണം രാമായണ പാരായണം തുടങ്ങുന്നത്. വാൽമീകി എഴുതിയ രാമായണത്തേക്കാൾ വ്യത്യസ്തമാണ് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം. അധ്യാത്മരാമായണത്തിൽ രാമനെ ഭഗവാനായാണ് എഴുത്തച്ഛൻ ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ വാൽമീകി രാമായണത്തിൽ ഭഗവാനായിട്ടല്ല, മനുഷ്യനായി തന്നെയാണ് വാൽമീകി അതിൽ രാമനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്തിയോടുകൂടി ഇത് ഈശ്വരനാണ് എന്നുള്ള ഒരു
സങ്കല്പത്തിലാണ് എഴുത്തച്ഛൻ ഈ ഒരു രാമായണം എഴുതിയിരിക്കുന്നത്. അധ്യാത്മ രാമായണത്തിൽ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, രാമൻ വനവാസയാത്ര സമയത്ത് രാമനെ കാണുന്ന ഋഷിമാർ രാമനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വാൽമീകി രാമായണത്തിൽ ഇത് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ ഏറെയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാവുന്നതാണ്. ഇപ്പോൾ വാൽമീകിയെയും എഴുത്തച്ഛനെയും സ്മരിച്ചതിന് ശേഷം ഹരിശ്രീ ഗണപതയേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ എന്ന് തുടങ്ങി രാമായണ പാരായണം ആരംഭിക്കാവുന്നതാണ്. രാമായണ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും സങ്കടകരമായ അവസ്ഥയിൽ കൊണ്ടുവന്ന് രാമായണ പാരായണം നിർത്തരുത്. അങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം, ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടകരമായ അവസ്ഥ വന്നേക്കാം എന്നൊക്കെയാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് അങ്ങനെയും ശ്രദ്ധിക്കുക. രാമായണം വായിക്കുന്നതിന് സമയമുണ്ടോ? ഒരിക്കലുമില്ല കേട്ടോ. രാമായണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാരായണം ചെയ്യാവുന്നതാണ്. അതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. രാമനാമം ജപിക്കുന്നതിന് സമയക്രമമുണ്ടോ? ഒരിക്കലുമില്ല. അതൊക്കെ വെറും തെറ്റായ ധാരണകൾ മാത്രമാണ്. രാമായണം എപ്പോൾ വേണമെങ്കിലും പാരായണം ചെയ്യാവുന്നതാണ്. രാമായണം ത്രിസന്ധ്യാ സമയത്ത് പാരായണം ചെയ്യരുതെന്ന് പറയാറുണ്ട്. അതിന് കാരണമായി പറയുന്നത്, ഹനുമാൻ സ്വാമി ഈ സമയം കദളീവനത്തിൽ രാമനെ ധ്യാനിച്ചിരിക്കുന്ന സമയമാണെന്നും ആ സമയത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ രാമനാമം പാരായണം ചെയ്യുന്നത് കേൾക്കുവാനായിട്ട് ഹനുമാൻ സ്വാമി നമ്മുടെ അടുത്തേക്ക് ഓടി വരുമെന്നും ഹനുമാൻ സ്വാമിയുടെ ധ്യാനം മുടങ്ങുവാൻ ഇത് കാരണമാകുമെന്നുമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിൽ ഈ ഒരു 6:15 മുതൽ 6:45 വരെയുള്ള ആ ഒരു ടൈം നമ്മൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി പറയുന്ന മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സന്ധ്യാസമയങ്ങളിൽ പൊതുവെ വെട്ടം കുറവായിരിക്കും. നമ്മളൊക്കെ ലൈറ്റൊക്കെ ഒരു ഇത്തിരി ഇരുട്ടൊക്കെ വന്നു കഴിയുമ്പോഴാണല്ലോ ഇടുന്നത്. അതുപോലെ പണ്ട് കാലങ്ങളിൽ വിളക്ക് കത്തിക്കുന്നതും അതുപോലെ കുറേ താമസിച്ച് ഇരുട്ടായതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു സന്ധ്യാസമയത്ത് നമ്മൾ ഈ ഒരു അക്ഷരം നോക്കി വായിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ കണ്ണുകൾക്ക് സ്ട്രെയിൻ ചെയ്യുന്നത് മൂലം എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ആചാരം എപ്പോഴും ആചാരമായി തന്നെ പോകട്ടെ അല്ലേ? അതുകൊണ്ട് ആ ഒരു ത്രിസന്ധ്യാ സമയം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും രാമായണം പാരായണം ചെയ്യാവുന്നതാണ്. രാമായണ പാരായണത്തിന് വേറെ ഒരു സമയവും നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇനി രാമായണം പാരായണം ചെയ്യുവാനായിട്ട് ദിവസവും ഇത്ര ടൈം മാറ്റി വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. രാമായണം കറക്റ്റ് ഒരു മാസം കൊണ്ട് നമുക്ക് വലിയ പാടുകൂടാതെ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ദിവസവും ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതിയാകും. അപ്പോൾ രാമായണം വളരെ സുഗമമായി തന്നെ പാരായണം ചെയ്ത് തീർത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. കർക്കടകം 16-ാം തീയതിയോടുകൂടി ബാലിവധം പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ കർക്കടകം 28-ാം തീയതിയോടുകൂടി രാവണവധവും പൂർത്തീകരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ രാമായണ പാരായണം നടത്തുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ രാമായണം പാരായണം ചെയ്ത് തീർക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ചിലർ ദിവസവും കുറച്ച് വീതം വായിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഏറ്റവും അവസാനമാകുമ്പോൾ ഇത് മുഴുവനായി തീർക്കുവാനായി കിടന്ന് പാടുപെടുകയാണ്. അങ്ങനെയല്ല ശരിക്കും രാമായണം പാരായണം ചെയ്യുന്നത് കേട്ടോ. രാമായണ പാരായണം ആദ്യ ദിവസം മുതൽ തന്നെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു മാസം ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് രാമായണം നല്ല രീതിയിൽ വായിച്ച് തീർക്കാൻ സാധിക്കുന്നതാണ്. ശരിക്കും പാൽപ്പായസമൊക്കെ കുടിക്കുന്നത് എങ്ങനെയാണ്? വളരെ ആസ്വദിച്ചല്ലേ നമ്മൾ പാൽപ്പായസമൊക്കെ കുടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് വായിക്കൂ. വായിച്ച് ഇത്തിരി ആ ഒരു ചടങ്ങ് കഴിയുന്നതിന് വേണ്ടി ഇത്തിരി വായിച്ച് തീർക്കാതെ കുറച്ച് സമയമെടുത്തിരുന്ന് രാമായണ പാരായണം എന്നും നടത്തുകയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് വളരെ സുഗമമായി തന്നെ രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ്. രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത്
വ്രതനിഷ്ഠയോടുകൂടി രാമായണം പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുണ്യമൊന്ന് വേറെ തന്നെയാണ്. വളരെ ഉത്തമമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. വ്രതനിഷ്ഠയോടുകൂടി മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായ വ്രതത്തോടുകൂടി രാമായണം ഈ ഒരു മാസം മുഴുവനും പാരായണം ചെയ്യുകയാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യമാണ് രാമായണ പാരായണത്തിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ രാമായണം പാരായണം ചെയ്യുമ്പോൾ കുളിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും കുളിച്ചതിന് ശേഷം മാത്രമേ രാമായണം വായിക്കാൻ തുടങ്ങാവുള്ളൂ. പിന്നെ പ്രായമായ അമ്മമാർക്കൊക്കെ അതിൻ്റെ മേലാഴികകളും കാര്യങ്ങളുമൊക്കെ രോഗാവസ്ഥകളുമൊക്കെ ഉണ്ടായിട്ട് വലയുന്നവരായിരിക്കും. അവർക്ക് ആ ഒരു നിഷ്ഠയൊന്നും വേണ്ട. അവർ കാലും മുഖവും കഴുകി ശുദ്ധമായ രീതിയിൽ രാമായണം പാരായണം ചെയ്തുകൊള്ളും. നമുക്ക് ശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ ഭക്തിപൂർവ്വം രാമനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചോ ഇല്ലയോ എന്നൊന്നും രാമൻ നോക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഭക്തി പുരസരം കാലും മുഖവും ഒക്കെ കഴുകിയിട്ട് രാമായണം പാരായണം ചെയ്തോളൂ. ആരോഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ കുളിച്ചിട്ട് തന്നെ വേണം രാമായണം പാരായണം ചെയ്യുവാനായിട്ട്. അതുപോലെ ചിലരുണ്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിട്ട് വേണമല്ലോ ഇത് പാരായണം ചെയ്യുവാനായിട്ട്, അതുകൊണ്ട് ഞാൻ പാരായണം ചെയ്യുന്നില്ല എന്ന് കരുതുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം കേട്ടോ. അങ്ങനെയുള്ളവർ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കേണ്ട. നമ്മളിപ്പോൾ മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനത്തിന് പോകുമല്ലോ. അങ്ങനെ തന്നെ നമ്മൾ മത്സ്യമാംസാദികൾ ഈ പാരായണം ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുക. രാമായണ പാരായണം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് രാമായണം പാരായണം ചെയ്തതിന് ശേഷം ഇത് കഴിക്കുക. കഴിച്ചതിന് ശേഷം പിന്നെ പാരായണം ചെയ്യാതിരുന്നാൽ മതിയാകും. അങ്ങനെ ശ്രദ്ധിക്കുക. ഒരിക്കലും അതിൻ്റെ പേരിൽ രാമായണം പാരായണം ചെയ്യാതിരിക്കരുത് കേട്ടോ. പീരിയഡ് സമയത്ത് രാമായണ പാരായണം ചെയ്യാൻ സാധിക്കുമോ? പീരിയഡ് സമയത്ത് നമ്മുടെ ശരീരം എന്നാണോ ശുദ്ധമാകുന്നത് അന്നു മുതൽ നമ്മുടെ രാമായണം പാരായണം ചെയ്യാവുന്നതാണ്. അതുപോലെ പുലവാലായ്മയുള്ള വീടുകളിൽ രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുമോ? പുലവാലായ്മയുള്ള വീടുകളിൽ രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ്. പുലയുള്ള വീടുകളിൽ നമ്മൾ മരണച്ചടങ്ങുകളൊക്കെ ചെന്നിരിക്കുമ്പോൾ കാണാം, അവിടെ ഒന്നുകിൽ ഭാഗവതമാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ രാമായണം വായിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് രാമനാമം മുഴങ്ങുന്നതിന് ഒരു തടസ്സവുമില്ല, രാമായണം വായിക്കാവുന്നതാണ്. പുലയുള്ള വീടുകളിൽ പുലയില്ലാത്തവരാരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് ചൊല്ലാവുന്നതാണ്. അവർക്ക് ഈ രാമായണം ഗ്രന്ഥമെടുത്ത് രാമായണം പാരായണം ചെയ്യാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വലുത്. അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിൽ നമ്മളിൽ ഒരാളിരുന്ന് രാമായണം പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് ശ്രവിക്കുക തന്നെ വേണം കേട്ടോ. രാമായണം പാരായണം ചെയ്യുന്നത് പോലെ തന്നെ പുണ്യമാണ് അത് കേട്ടിരിക്കുന്നതും. അപ്പോൾ ശ്രദ്ധയോടുകൂടി എല്ലാവരും അത് കേട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ആ ഒരു കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. ഒരു കുടുംബം മുഴുവനുമായിട്ടും രാമായണ പാരായണത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന ഐശ്വര്യമൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ സജ്ജനങ്ങളെ, എല്ലാവരും കുടുംബത്തോടുകൂടി തന്നെ ഇരുന്നു കൊണ്ട് രാമായണ പാരായണം ശ്രവിക്കണം കേട്ടോ. ഒരാൾ രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് കുടുംബാംഗങ്ങളെല്ലാവരും അതിന് തൊട്ടടുത്തായിട്ടിരുന്ന് ഈ ഒരു പുണ്യത്തിൽ പങ്കാളികളാവുക. അതുമൂലം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന ഐശ്വര്യവും ശ്രേയസ്സും പ്രേയസ്സും എല്ലാം നിങ്ങൾക്ക് മാത്രമാണ് സ്വന്തമാകുന്നത്. അതുകൊണ്ട് രാമായണം ഒരാൾ പാരായണം ചെയ്യുമ്പോൾ മൊബൈലൊന്നും യൂസ് ചെയ്യാതെ, ടി വി ഒന്നും കാണാതെ ആ ഒരു സമയത്ത് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളും ഇതിൽ പങ്കാളികളാകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും പുതുതായി ആരെങ്കിലും രാമായണ പാരായണം തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. എന്ന് രാമായണം വായിച്ച് തുടങ്ങിയാലും, അതായത് നമ്മൾ എന്നും തുടങ്ങുമല്ലോ, എന്നും രാമായണം വായിച്ച് തുടങ്ങുന്നതിന് മുൻപായിട്ടും നമ്മൾ ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങുന്ന ആ ഒരു വരികൾ നമ്മൾ ചൊല്ലിയതിന് ശേഷം മാത്രമേ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് വീണ്ടും പുനരാരംഭിക്കുവാൻ പാടുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പുതുതായി വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് കേട്ടോ. പലരും കരുതി വച്ചിരിക്കുന്നത് കർക്കടകത്തിൽ മാത്രമാണ് രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എപ്പോഴാണ് രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുക അപ്പോഴൊക്കെ നമുക്ക് രാമായണം പാരായണം ചെയ്യാവുന്നതാണ്. കർക്കടകം മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി കർക്കടകത്തിൽ നമ്മൾ രാമായണ പാരായണം തീർന്നില്ല, നമുക്ക് തീർക്കാൻ
സാധിച്ചില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. അതൊന്നും പ്രശ്നമേ അല്ല, അതൊന്നും ഒരു ദോഷമേ അല്ല. രാമായണം കർക്കിടകത്തിൽ തീർന്നില്ല, എനിക്കത് സാധിച്ചില്ല, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പം സാധിക്കാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അതുമൂലം നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല. അതോർത്ത് പേടിക്കുകയേ വേണ്ട. രാമായണത്തിലെ സുന്ദരകാന്ഡം വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? പക്ഷേ അത് വായിക്കുന്നതിലൂടെ ഏത് വളരെ കടുകട്ടിയായുള്ള കാര്യങ്ങളും നമുക്ക് വായിച്ചെടുക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുന്ദരകാന്ഡമൊക്കെ വളരെ ആസ്വദിച്ച് തന്നെ വായിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ആരണ്യകാണ്ഡത്തിൽ വരുന്ന ജടായു സ്തുതിയുണ്ട്. അതായത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ജടായു ചെന്നിട്ട് തടുക്കുന്നുണ്ട്. ആ സമയത്ത് അവസാനം രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ജടായുവിനെ വെട്ടി വീഴ്ത്തുകയാണ്. നിലത്ത് വീണ് പിടയുന്ന ജടായുവിന് സീതാദേവി ഒരു വരം കൊടുക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവിനെ കണ്ട് കാര്യം പറഞ്ഞിട്ടേ നിൻ്റെ ജീവൻ പോവുകയുള്ളൂ എന്ന്. ശ്രീരാമലക്ഷ്മണന്മാർ ആ സമയം അതുവഴി വരുമ്പോൾ രാമലക്ഷ്മണന്മാരോട് നടന്ന വിവരങ്ങളെല്ലാം പറയുകയും രാവണൻ്റെ കോട്ട എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജടായു മൃത്യുവിനെ പ്രാപിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ രാമൻ്റെ നിർദ്ദേശപ്രകാരം ജടായുവിനെ സംസ്കരിക്കുകയാണ്. അപ്പോൾ ജടായുവിനെ കൊണ്ടുപോകുവാനായിട്ട് ഒരു തേര് വരികയും ആ സമയം ജടായു രാമനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ജടായു സ്തുതി എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം വായിക്കുന്നത് എന്ത് വരം വേണമെങ്കിലും ആ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഫലപ്രാപ്തിയുള്ള ഒരു ഭാഗമാണ് ജടായു സ്തുതി. അപ്പോൾ നിങ്ങൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ വളരെ ഭക്തിപൂർവ്വം വായിക്കുക. കുടുംബാംഗങ്ങളെയും ആ ഒരു സമയത്ത് ഇതിൽ ശ്രവിക്കുവാനായിട്ട് കൂടെ ഇരുത്തുക. അതൊക്കെ നമ്മുടെ കുടുംബത്തിന് വളരെ ഐശ്വര്യം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ രാമായണത്തിൽ മറ്റു ഭാഗങ്ങളിലുമൊക്കെയുണ്ട് രാമനെ ഓരോരുത്തർ സ്തുതിക്കുന്നതായിട്ട്. കബന്ധ സ്തുതിയുണ്ട്, സ്വയംപ്രഭാ സ്തുതിയുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഭക്തിപുരസരം ഇരുന്ന് സ്തുതിക്കാൻ ശ്രമിക്കുക. ആ സ്തുതിക്കുന്നതിലൂടെ നമുക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ രാമായണ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിച്ചുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാൻ കഴിയട്ടെ എന്നും അതുമൂലം എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്നും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ കുടുംബാംഗങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി ഭക്തി പുരസരം ശ്രീരാമജയം എന്ന് എഴുതിയിട്ടോളുക. അതുമൂലം നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.